ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇത്രയും ട്രാഫിക് കിട്ടുക എന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ. ഞങ്ങളിതിപ്പോൾ ബേബി മൂണിന് വേണ്ടിയിട്ട് ഒരു റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേക്കേഷൻ കേട്ടോ. ഇലക്ട്രോണിക് സിറ്റി കടന്നു കിട്ടാൻ തന്നെ ഞങ്ങൾ എടുത്തത് 1 അവറാണ്. ഞങ്ങൾ ഹൈവേ വഴി പോയാൽ മതിയായിരുന്നു, സിൽക്ക് ബോർഡ് വഴി പറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ ഒരു ബേബി മൂൺ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഒരു റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നെൽമംഗല ഭാഗത്താണ് ഈ റിസോർട്ട്. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സോ എൻ്റെ ഒരു ബേബി മൂൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയാൽ സപ്പോർട്ടും ചെയ്യുക. 2 മണിക്കാണ് ചെക്ക് ഇൻ തന്നത്, പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ 3 മണിയായി. ഇതിപ്പോൾ ഓൾറെഡി എല്ലാവരും എത്തി. ഓ, നീ പാർക്ക് കണ്ടിട്ടേ ഇല്ലല്ലോ. ഞങ്ങളങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തത് റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. പാർക്ക് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു റിസപ്ഷനൊക്കെ. ഒന്നാമത്തത് നല്ല വിശപ്പുണ്ടായിരുന്നു, കൊടും വിശപ്പ് പറഞ്ഞാൽ കൊടും വിശപ്പായിരുന്നു. അതിനുശേഷം ഇതിപ്പോൾ ആളും ഭയങ്കര എക്സൈറ്റഡ് ആണ് കണ്ടിട്ട് സ്വിമ്മിങ് പൂളും കാര്യങ്ങളൊക്കെ കാണുന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു, മാം സാർ നിങ്ങൾ പോയിട്ട് കഴിച്ചിട്ട് വന്നോളൂ, കാരണം 3:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും റെസ്റ്റോറൻറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഫുൾ പാക്കേജ് ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 ടൈം ഫുഡ് ഇൻക്ലൂഡിങ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന പാക്കേജ്. ഗ്ലാം വില്ലാസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഗ്ലാം എന്നുള്ള ഇതാണ്, നെൽമംഗല ഭാഗത്താണ്. എനിക്കിഷ്ടമാണ്. ഒരു ഇത് കണ്ടോ, ഗ്ലാം വെൽഡർനെസ്, ഇതാണ് ഇതിൻ്റെ പേര് എന്ന് പറയുന്നത്. ഞങ്ങൾ നേരെ റിസോർട്ടിലേക്കാണ് നടന്നത്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു, എനിക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നേരെ റിസോർട്ടിലേക്ക് വെച്ച് പിടിച്ചു. ലഗേജൊക്കെ അവിടെ തന്നെ വെച്ചു. ഞങ്ങൾ അഗോഡ വഴിയാണ് ഈ റിസോർട്ട് ബുക്ക് ചെയ്തത് കേട്ടോ. അഗോഡയിൽ ഞങ്ങൾ കൊടുത്ത പ്രൈസ് വന്നിട്ട് 16,500 റുപ്പീസാണ്, ഇൻക്ലൂഡിങ് ടാക്സ്. ഞാൻ നേരത്തെ റീൽസിലൊക്കെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഈ റിസോർട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം എനിക്ക് ജക്കൂസി വില്ല അല്ലെങ്കിൽ ഒരു പൂൾ വില്ല വേണം എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ 3 ടൈംസ് ഫുഡും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ലഞ്ച് കഴിക്കാൻ ഒരുവിധം എല്ലാവരും കഴിഞ്ഞ് പോയിട്ടോ, ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് കമ്പൈൻഡ് ആയിട്ട് വന്നതാണ്. നല്ല ഫുഡായിരുന്നു, ബൊഫെ മോഡൽ ഫുഡായിരുന്നു. ദേ കണ്ടില്ലേ, നമ്മൾ സൂപ്പിൽ നിന്ന് തുടങ്ങി വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ് കൂടുതലുണ്ടായിരുന്നു. ഈക്വൽ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചിക്കൻ, പനീർ, പിന്നെ ബിണ്ടി, റൈസ്, ചപ്പാത്തി, നാന്, അങ്ങനത്തെ ബുഫെ മോഡൽ ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഈവൻ ടേസ്റ്റ് വൈസും ഗുഡായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ വിശന്നിട്ട് കഴിച്ചത് കൊണ്ടാണോ എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം രാത്രി നോക്കിയപ്പോഴും നല്ല ഫുഡ് തന്നെയായിരുന്നു. അതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പം ഞങ്ങളെല്ലാവരും ഫുഡ് എടുത്ത് കഴിച്ചു തുടങ്ങി. ഞാൻ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് സ്റ്റാർട്ടറൊക്കെ എടുത്തു. റൈസ് ആൻഡ് ദാൽ സ്വീറ്റിൽ അവസാനിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതിപ്പോൾ എല്ലാം എൻട്രിയൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. പക്ഷെ അവർ കൊണ്ടു തരുമൊന്നും ചെയ്തില്ല കേട്ടോ. ഇത് ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്. ഒരു ഞാൻ നോക്കിയെടുത്തോളം മേ ബി ഒരു 2-2.5 ഏക്കർ കഷ്ടിച്ച് വരുമായിരിക്കും. അതിനകത്ത് തന്നെ ഭയങ്കര നീറ്റായിട്ട് മാങ്ങാത്തോപ്പാണ് കൂടുതൽ, അതായത് മാങ്ങാത്തോട്ടം ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. നല്ല ഗ്രീനറി ആയിരുന്നു. ഈവൻ തമിഴ്നാട് അടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചൂടധികമൊന്നും ഉണ്ടായി. നല്ല രസമുണ്ടല്ലേ ഇതൊക്കെ. അച്ഛല്ല, റൂമിൽ അവർ ഡ്രോപ്പൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ റൂം തേടി എൻഡ് വരെ എത്തി. അതാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. ഒരു ചെറിയൊരു പ്രോപ്പർട്ടിയാണ്, ഒരു 1.5 ഏക്കറേ വരുള്ളൂ. ഇവിടെ എല്ലാം വന്നിട്ട് ഓൾമോസ്റ്റ് ജക്കൂസി വില്ലാസാണ്. പിന്നെ വന്നിട്ട് നോർമൽ റൂംസ് പോലെയുള്ള വുഡൻ ഹൗസസ് ആണ്. കൂടുതൽ ജക്കൂസി വില്ലാസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങനെ തിരിച്ച് നടന്നു പോവുകയാണ്. അവർ പച്ചപ്പിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആണ്
ഞങ്ങൾക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇത് കണ്ട സൈഡിൽ കൂടെയും ആക്സസ് ഉണ്ട് ജക്കൂസി റൂമിലേക്ക്, ഈവൻ റൂമിൽ കൂടെയും ആക്സസ് ഉണ്ട്, ബാത്റൂമിൻ്റെ സൈഡിൽ കൂടെയും, ഈവൻ ഹൈഡ് ആയിട്ടുള്ളതാണ്. ചെറിയൊരു റൂമാണ്, ബട്ട് റൂം കുറച്ച് സ്പേഷ്യസ് ആയിരുന്നില്ല, അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല, ബട്ട് ഓക്കെ റൂംസ് ആണ്. ഇതിൻ്റെ സംഭവം എന്ന് പറയുന്നത് ഗ്ലാമ്പിംഗ് എന്നുള്ളത് തന്നെ ഫോറിനിലൊക്കെ ഉള്ള മൂവബിൾ ആയിട്ടുള്ള വുഡൻ ഹൗസസിൻ്റെ ഒരു കോൺസെപ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങളൊരു ഹാഫ് ആൻ അവർ റെസ്റ്റൊക്കെ ചെയ്ത് അത് നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിക്കണം. ഒരാൾ തൊയിരം തരുന്നുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയത് ഇവിടെ സ്വിമ്മിംഗ് പൂളും 24/7 ആക്സസബിൾ ആണ്. കാരണം നോർമലി ഞാൻ ഒരുപാട് റിസോർട്ടിലേക്കൊക്കെ പോയപ്പോൾ ഒരു 6 o'clock 7 o'clock ആകുമ്പോൾ അവർ പറയും പറ്റില്ല സർ കയറി പോകണം എന്നുള്ള രീതിയിലൊക്കെ. ഇവിടെ അങ്ങനെയല്ല, ഫുൾ ടൈം ആക്സസബിൾ ആണ്. അങ്ങനെ ഇവിടെ കളിച്ചതിന് ശേഷം ഈവനിങ്ങും സ്നാക്സും ഫ്രീ ആയിരുന്നു. ഞങ്ങൾ സ്നാക്സൊക്കെ എടുത്ത് കഴിച്ചു. നഗറ്റ്സ്, അതേപോലെ പൊട്ടറ്റോ ചിപ്സ്, പിന്നെ സാൻഡ്വിച്ച്, ടീ, ഇതൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇവിടെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയായിരുന്നു കുട്ടികളുടെ പ്ലേ ഏരിയ വന്നിട്ട്. ഔട്ട്സൈഡും ഇൻസൈഡും ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കളിച്ചതിന് ശേഷം ഇൻഡോർ ആക്ടിവിറ്റീസും നിറയെ ഉണ്ടായിരുന്നു. ഇൻഡോർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, കുറേ പെയിൻറ്റും കാര്യങ്ങളും. ഇവർ മെയിൻ കോൺസെപ്റ്റ് വന്നിട്ട് ഫോറിൻ്റെ ഒരു ഔട്ട്ലുക്ക് കൊടുക്കാനാണ് നോക്കിയിരിക്കുന്നത്. ഉള്ളത് നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഫുള്ള് പച്ചപ്പ്, മരങ്ങൾ, കാര്യങ്ങളൊക്കെയാണ്. ചൂടൊന്നും അധികം അറിയുന്നില്ല. ആള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ചെറിയ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് ശേഷം ഇൻഡോർ ആക്ടിവിറ്റിയുടെ അകത്ത് വന്നപ്പോൾ 2 ഫ്ലോറായിട്ടാണ് കാണിക്കുന്നത്. ഈവൻ ഇതിനകത്ത് പോലും അവർ ബാത്റൂം ഫെസിലിറ്റീസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നീറ്റാണ്. ഈവൻ ഇപ്പോൾ കുട്ടികൾക്ക് പെയിൻറ്റിംഗ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ പെയിൻറ്റിങ്, ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമെങ്കിൽ ആക്ടിവിറ്റീസ്, അങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് വെറൈറ്റി ഗെയിംസ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മുകളിൽ ഒരു ഫ്ലോറ് ഫുള്ള് കളേഴ്സ് ആൻഡ് പെയിൻറ്റിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഈവൻ ഞങ്ങൾ പോലും കളിച്ചു പോയി എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു. ഇവിടെ ഒരു 1 hour 2 hours ഇവിടെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ. എല്ലാം ഉണ്ട് കേട്ടോ, ക്രിക്കറ്റ് കാര്യങ്ങൾ, ബീം ബാഗ്, അങ്ങനത്തെയൊക്കെ. ഇവൻ ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ്, കുട്ടികൾ കംഫർട്ടബിളായിട്ട് ഇതിപ്പോൾ എൻ്റെ ബേബി മൂണാണോ ഇവരുടെയാണോന്ന് അറിയില്ല. അത് ആളുടെ ഒരു സന്തോഷം നോക്കി അടിപൊളിയായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കളിച്ച് ഒരു 10:30 വരെ ഡിന്നർ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ച് 9:30 ഒക്കെ ആയപ്പോൾ കുറേ നേരം ജക്കൂസിയിലൊക്കെ കളിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല വരുന്ന വഴിക്ക് സാറ് ഉറങ്ങിയത് കൊണ്ട് പിന്നെ അതിന് ശേഷം ഉറക്കമൊന്നുമില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആൾ കേട്ടോ. അത് രാത്രിയിൽ കുറച്ച് നല്ല രസമുണ്ട്, ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷേ വീഡിയോ എടുത്തത് കുറച്ചത്ര ക്ലിയർ ആയില്ല എന്ന് എനിക്കറിയാം. ഈ ക്യാമറയിലേക്ക് ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഇതാണ് സൈഡിൽ കണ്ട പോലെ തന്നെ അവരുടെ ക്യാബിൻസ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ജക്കൂസി വില്ലാസ് അല്ലാണ്ട് പിന്നെയുള്ളത് ക്യാബിൻസാണ്. ഞാൻ ഡേ ടൈമിൽ വീഡിയോ എടുത്തത് കാണിച്ചു തരാം. അതിങ്ങനെ 2 റൂംസ് ആയിട്ടായിരിക്കും, സാധാരണ നോർമൽ റൂം പോലെ തന്നെ, പക്ഷേ ഹട്ട് ടൈപ്പ് തന്നെ ആയിരിക്കും. ഇങ്ങനത്തെ നോർമൽ റൂം ടൈപ്പ് ആയിരിക്കും, വുഡൻ ഹൗസ് തന്നെ ആയിരിക്കും. പിന്നെ ഈ റൂമിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സ്ഥലം പോലും അവിടെ ഉണ്ട്. അങ്ങനത്തെ നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ. ഡേ ടൈമിൽ കാണാനൊരു ടൈപ്പും മറ്റേ ഒരു രാത്രിയൊക്കെ ആകുമ്പോൾ വേറൊരു ടൈപ്പായിരുന്നില്ല. പക്ഷേ ഒരു വലിയൊരു പ്രശ്നം കണ്ടത് ഫുള്ള് പാറ്റയായിരുന്നു കേട്ടോ. ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മഴപ്പാറ്റകൾ ഒരുപാടുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നില്ല, പക്ഷേ മഴപ്പാറ്റകൾ ഒരുപാടായിരുന്നു. ഇതപ്പോൾ ഞങ്ങളിത് ഡിന്നറിന് വന്നിരിക്കുകയാണ്. ഏകദേശം ടൈമിൽ ഈ സെയിം ഏകദേശം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് തന്നെയായിരുന്നു. സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ടേഴ്സ് കാര്യങ്ങൾ, കേർഡ് റൈസ്, പിന്നെ വെജ് ആൻഡ് നോൺ വെജ് ഐറ്റംസ്, പനീർ ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, റൈസ് ഐറ്റംസ്, നാൻ ഐറ്റംസ്, ഇങ്ങനെ ബുഫേ മോഡലുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. ചോറ്, ദാല്, രസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ ടേസ്റ്റ് വൈസും ഗുഡ് തന്നെ, നല്ല ടേസ്റ്റി ആയിരുന്നു. ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടുന്നത്. പിന്നെ സ്വീറ്റും ഉണ്ടായിരുന്നു. ഫൈനലായിട്ട് വേണ്ടവർക്ക് സ്വീറ്റും ഉണ്ടായിരുന്നു.
ഞാൻ ബുഫേ മോഡലിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ട്രൈ ചെയ്യും കേട്ടോ. ബട്ട് വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ കുറേശ്ശെ എടുത്ത് എല്ലാം ട്രൈ ചെയ്യും. ഇതിപ്പോൾ അവന് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് ബിരിയാണിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂപ്പർ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച് എല്ലാം ട്രൈ ചെയ്ത് ഇതേ കണ്ടോ, ഇതാണ് എൻ്റെ എൻട്രൻസ്. അടിപൊളിയായിട്ടില്ല. ഇവൻ നല്ല നാച്ചുറൽ സൗണ്ട്സ് ആൻഡ് സൈലൻ്റ് ആയിരുന്നു ഈ സ്ഥലം എന്ന് പറയുന്നത്. ഭയങ്കര ഈ തവള കരയുന്ന സൗണ്ടും ഒരു താമരക്കുളം ഉണ്ടായിരുന്നു കേട്ടോ സൈഡിലായിരുന്നു. തവള അടക്കം കരയുന്ന സൗണ്ട് നല്ല രീതിയിൽ കേൾക്കാമായിരുന്നു നമുക്ക്. ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഏകദേശം ഇപ്പോൾ 11 മണിയായി. 11:30 ആകുമ്പോഴേക്കും കിടന്നുറങ്ങണം. നാളെ കുറച്ച് പ്ലാൻസ് ഉണ്ട് ചെക്കൗട്ട് ചെയ്യുമ്പോഴേക്കും. 11 മണിക്കാണ് ചെക്ക് ഔട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ എണീച്ച് 1 more ടൈം ജക്കൂസിൽ കുറച്ച് നേരം കളിച്ചിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊന്ന് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണം എന്നുള്ളത് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി ഇറങ്ങണം എന്നുള്ളത്. അപ്പം ഞാനും അവനും കൂടെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എനിക്ക് പ്രഗ്നൻ്റ് ആയ സമയത്ത് എത്രത്തോളം കൺവീനിയൻ്റ് ആവും എന്ന് എനിക്കറിയില്ലായിരുന്നു. ബട്ട് ഐ വാസ് വെരി കംഫർട്ടബിൾ. നല്ല സുഖമുണ്ടായിരുന്നു. ഈ ടബും ഇതുമൊക്കെ ആയിട്ട് കുറച്ച് പേടിയുണ്ടെങ്കിലും അത്ര ആഴമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര രസമുണ്ടായിരുന്നു. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ ഈ പരിപാടികളൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ബ്രേക്ക്ഫാസ്റ്റും ബുഫേ മോഡലാണ്. 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളിതൊക്കെ എൻജോയ് ചെയ്ത് ബാക്കി കുറേ പേര് ചിലർ കഴിച്ചിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യുന്നവരുണ്ടായിരുന്നു. ഞങ്ങൾ പക്ഷേ എല്ലാം കഴിഞ്ഞിട്ട് നേരെ കഴിച്ചിട്ട് അങ്ങനെ ചെക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റും സൗത്ത് ഇന്ത്യൻ ടൈപ്പ് ഫുഡൊക്കെ ആയിരുന്നു. ദോശ, ഇഡ്ഡലി, പൊങ്കൽ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മറ്റേ ബ്രെഡ് ടോസ്റ്റ്, അങ്ങനത്തെ ഐറ്റംസ് വേണ്ടവർക്ക് അങ്ങനത്തെ ഐറ്റംസ്, പൊങ്കൽ, പോഹ, അങ്ങനത്തെയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത് ടേസ്റ്റ് വൈസ്. എനിക്ക് ലഞ്ച് ആൻഡ് ഡിന്നറാണ് കുറച്ചും കൂടി ഇഷ്ടമായത്. ആൾക്ക് ഇന്നെന്താണെന്നറിയില്ല ബ്രെഡ് കഴിക്കാനായിരുന്നു മോഹം. ഫുള്ള് ബ്രെഡ് കഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അത് എന്തെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ. കാരണം കുറച്ച് വെള്ളത്തിലൊക്കെ കഴിച്ചുകൊണ്ട് ആൾക്ക് നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇത് കണ്ടത് ഫുള്ള് വന്നിട്ട് മാങ്ങത്തോപ്പാണ്. വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള മാങ്ങ തോട്ടമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മാങ്ങയൊന്നും കയറിച്ചാറി പറിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അത്രയും നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് അവർ. ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉള്ള വില്ലാസുകൾ, ഇത് സൈഡിൽ കാണുന്ന മൊത്തം ജക്കൂസി വില്ലാസാണ്. ഞാനിതിപ്പോൾ ഒരു ചെറിയൊരു റിസോർട്ടിൻ്റെ വ്യൂ എന്താണെന്ന് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. 1.5 ഏക്കറിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ഗ്ലാമ്പിംഗ് സെറ്റപ്പ്. 2 ഓപ്ഷൻസ്. ഒന്ന് വന്നിട്ട് ജക്കൂസി വില്ലാസ്, പ്രീമിയം ജക്കൂസി ആൻഡ് ജക്കൂസി വില്ലാസ്. പിന്നെ വന്നിട്ട് ക്യാബിൻ ക്രൂസ് മാതിരിയുള്ള റൂംസ്. അതും ഡീസൻ്റ് ആണ്. വലിയ റേറ്റ് വ്യത്യാസമൊന്നും ഞാൻ ഓൺലൈനിലൊന്നും കണ്ടില്ല. അതൊരു 10,000 സംതിങ് പ്ലസ് ടാക്സസ് വരുന്നുണ്ടായിരുന്നു. ഇതൊരു 13,000 പ്ലസ് ടാക്സസ് വരുന്നുണ്ട്. ടാക്സോട് കൂടെ വന്നിട്ട് ഒരു 16,000 റുപ്യയാണ് വരുന്നത്. പക്ഷേ 3 നേരത്തെ ഫുഡ് ഇൻക്ലൂഡഡ് ആണ്, സ്നാക്സ് ഇൻക്ലൂഡഡ് ആണ്. ഈവൻ കോംപ്ലിമെൻ്ററി ആയിട്ട് വാട്ടർ കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ ബേസിക് കുട്ടികൾക്ക് വേണ്ട പാല് കാര്യങ്ങൾ ഇതൊക്കെ തരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള ഫുൾ ഏരിയ. 1.5 ഏക്കറിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി. വീക്ക് ഡേയ്സിലൊക്കെ കുറവായിരിക്കും, വീക്കെൻഡ്സിൽ കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും. ഈവൻ അത് കംപ്ലീറ്റ്ലി ഫുള്ളായിരുന്നു, പാക്ഡ് ആയിരുന്നു. സീസണലും കൂടി ആയിരുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് ആൾക്കാർ ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഒരു 1 ഡേ ട്രിപ്പിന് നിങ്ങൾക്ക് പറ്റിയൊരു ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് ഇത്. വന്നിട്ട് ഫാമിലി ആയിട്ടും ശരി, അതേപോലെ കുറച്ച് ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണത്. ഇത്രത്തോളേ ഉള്ളൂ ഇത്. പക്ഷേ വെൽ മെയിൻറ്റെയിൻഡ് ആണ്, അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി പാക്ക് ചെയ്തതൊക്കെ കൊണ്ടുവന്നിട്ട് അവർ റിസപ്ഷനിൽ വെച്ച് തന്നു. വരുമ്പോൾ മാത്രമേ കൊണ്ടുവരാണ്ടിരുന്നുള്ളൂ. തിരിച്ചു വരുമ്പോൾ എല്ലാം അവർ വെച്ച് തന്നു. ഞാനതൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ പോർഷൻസ് എനിക്ക് മിസ്സായിപ്പോയി, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുള്ളായി തോന്നിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.